തമ്മിലുള്ള സംഘർഷം നാൾക്കുനാൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളിൽ ആരാണ് ശക്തനെന്ന് ലോകം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഇരു രാജ്യങ്ങളിലും കനത്ത നാശനഷ്ടം തന്നെയാണ് ആക്രമണം ആരംഭിച്ചത് മുതൽ രേഖപ്പെടുത്തുന്നത്. ഇസ്രായേലിനെയും ഇറാനെയും വ്യത്യസ്തമാക്കുന്നത് ഇരുവിഭാഗവും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ തന്നെയാണ്. ഇരുവിഭാഗത്തിന്റെയും ആത്മവിശ്വാസവും പ്രതിരോധ ശേഷിയും കൈവശമുള്ള ആയുധങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇന്ന് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ കരുത്തിൽ ഒന്നാണ് മിസൈലുകൾ. വലിയ തോതിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന ഇവ ഓരോ രാജ്യത്തിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ മിസൈൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. എന്നാൽ പ്രതിരോധ ശേഷിയിൽ കേമനാണ് ഇസ്രായേൽ. ഏതു മിസൈലുകളെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കുന്ന സംവിധാനം ഇസ്രായേലിന്റെ പക്കലുണ്ട്. മിസൈലുകളുടെ കാര്യത്തിൽ ഇറാൻ ഇത്രയേറെ കരുത്തരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചത് ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെയാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവും ബാലിസ്റ്റിക് മിസൈൽ ശേഖരണവും ഇല്ലാതാക്കുക എന്ന കാരണം പറഞ്ഞാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. മിസൈലുകളുടെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറാനെ വ്യത്യസ്തമാക്കുന്നത് അവയിലെ വൈവിധ്യമാണ്. 300 മുതൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, ചലിക്കുന്ന പ്രതലത്തിൽ നിന്ന് പോലും വിക്ഷേപിക്കാൻ സാധിക്കുന്ന സോളിഡ് ഫ്യൂവൽ മിസൈൽ, ഏത് പ്രതിസന്ധിയിലും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുന്ന ക്രൂസ് മിസൈൽ, ശബ്ദത്തേക്കാൾ വേഗതയിൽ പോകുന്ന ഫത്തഹ് പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ തുടങ്ങിയവ ഇറാന്റെ മാത്രം പ്രത്യേകതയാണ്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിനെ സഹായിക്കുന്നത് അവരുടെ പ്രതിരോധ സംവിധാനമാണ്. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരപരിധിയും 10 കിലോമീറ്റർ വരെ ഉയരപരിധിയുമുള്ള അയൺ ഡോം ആണതിൽ പ്രധാനി. ആരോ 2 50 കിലോമീറ്റർ ഉയരപരിധിയും 100 കിലോമീറ്റർ ദൂരപരിധിയും. ആരോ 3 400 കിലോമീറ്റർ ദൂരപരിധിയും 100 കിലോമീറ്റർ ഉയരപരിധിയും. ഡേവിഡ് സ്ലിംഗ് മധ്യ ദീർഘദൂര മിസൈലുകൾക്കെതിരെ ഉപയോഗിക്കുന്ന സ്ലിംഗിന്റെ ദൂരപരിധി 300 കിലോമീറ്റർ ആണ്. താടാണ് US ഇസ്രായേലിന് നൽകിയ പ്രതിരോധ സംവിധാനം. ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 200 കിലോമീറ്റർ ആണ്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.